കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാവന്ദനം. കർത്താവിൽ പ്രിയരെ, എല്ലാ ദിവസവും എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സർവകൃപാലുമായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ വിളിക്കുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളോട് പറയുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാർദ്ദമായിരിക്കുന്ന വന്ദനം അറിയിക്കുന്നു. വേണ്ടതായിരിക്കുന്ന കൈത്താങ്ങലുകൾ തന്നു, വേണ്ട പ്രോത്സാഹനങ്ങൾ തന്നു ഇന്നും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ സ്നേഹമുള്ള വിശ്വാസികൾക്കും ഒരിക്കൽ കൂടെ സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രയർ വിഷന്റെ ഉറവ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിലും നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം ഓരോ വ്യക്തികളെ കുറിച്ചായിരുന്നു. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹ വർഷമായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന വാരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില വാക്യശകലങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് അല്പസമയത്തെ ചിന്തകൾക്കായി ഒരു തിരുവചന ഭാഗം ഇന്നത്തെ ചിന്തകൾക്കായി ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതിങ്ങനെ വായിക്കുകയാണ്: എലീശ തന്റെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, അവന്റെ കണ്ണുകൾ തുറന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിന് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം? പ്രാർത്ഥന എന്ന വിഷയം അനവധിയായിരിക്കുന്ന നാളുകൾ നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ടതാണ്. ഒരുപാട് ദൈവദാസന്മാരിലൂടെ വായിച്ചു കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ആത്മീയമായ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഉണർന്നു വരികയും അതോടൊപ്പം ആധ്യാത്മിക ജീവിതത്തിന്റെ പുതിയ ദർശനമുള്ള വഴികളെ കണ്ടെത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന എന്ന വിഷയമാണ്. കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങളെ നോക്കുമ്പോൾ അവരൊക്കെയും ഓരോ വിഷയങ്ങളുടെ നടുവിൽ പ്രാർത്ഥിച്ച് ജയം പ്രാർത്ഥിച്ചവരാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതായിരിക്കുന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. യേശു കർത്താവ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, 2 പേർ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. എന്ത് ചോദിച്ചാലും നൽകിത്തരും. ദാവീദ് പറഞ്ഞു, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ദാവീദ് പറയുന്നു. 5-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ചതായിരിക്കുന്ന ദൈവദാസന്മാർക്ക് ലഭിക്കപ്പെട്ട അനുഭവങ്ങൾ എന്താണ്, എപ്രകാരമുള്ള അനുഭവങ്ങളാണ്? അതിനെക്കുറിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 37-ാം അധ്യായം 38-ാമത്തെ വാക്യം. കർമ്മേലിൽ ഒരു വലിയ യാഗം നടക്കുകയാണ്. ഏലിയ ഒരുവൻ മാത്രമാണ്. ഇടിഞ്ഞു പൊളിഞ്ഞതായിരിക്കുന്ന യാഗപീഠങ്ങൾ പുതുക്കി പണിയുകയും അവിടെ 2 സയ വിത്ത് വിതപ്പാനുള്ള തോടുണ്ടാക്കി അതിനകത്ത് വിത്തുകൾ നിറയ്ക്കുകയും കാളയെ കണ്ണമായി മുറിച്ച് അതിന്റെ മാംസങ്ങൾ എടുത്തു വെച്ച് അവിടെ നിന്നുകൊണ്ട് മുട്ടുമേൽ നിന്നിട്ട് ആ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: യഹോവേ, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. പലപ്പോഴും ഭക്തന്മാരുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നവരാണ്. ഒറ്റപ്പെട്ട അനുഭവങ്ങളാണ്, ഒറ്റപ്പെട്ട ജീവിതമാണ്, ഒറ്റപ്പെട്ട സാഹചര്യമാണ്, ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ആ സമയത്ത് ആരും നമ്മെ സഹായിക്കാനായിട്ട് കാണുകയില്ല, ആരും നമ്മെ സംരക്ഷണത്തിനായി കടന്നു വരികയില്ല. നാം പലപ്പോഴും ഒറ്റപ്പെട്ടു പോയതായ അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അവസ്ഥകളിൽ നിന്ന് ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം കരുതുന്നു, എത്രമാത്രം പരിപാലിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏലിയാവ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ തീ ഇറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 140 ബാലിന്റെ പ്രവാചകന്മാർ നോക്കി നിൽക്കാൻ ആകാശത്തിൽ തീയിറങ്ങി ഈ യാഗം ദഹിച്ച് സകല ജനങ്ങളും കണ്ട് ഭയപ്പെട്ട് കവുന്നു വീണ് യഹോവയെ മഹത്വപ്പെടുത്തി.
ആ ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ചത് ഇപ്പോൾ തീ ഇറങ്ങണമേ എന്നാണ്. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇപ്പോൾ വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, ഇപ്പോൾ നടക്കണമെന്ന് പറയാറുണ്ട്. അതെ, ഇപ്പോൾ തന്നെ നിന്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ, നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ ഇടയാകണമേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണമേ എന്ന് ദൈവദാസനായിരിക്കുന്ന ദാവീദ് ഒരിക്കൽ പറയുകയുണ്ടായി. രണ്ടാമതായിട്ട് പ്രാർത്ഥിച്ച സമയത്തിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് രണ്ടാമതായിട്ട് വായിച്ചത് ഒന്ന് തീ ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാമതായിട്ട് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തന്റെ രോഗത്തിന് ഭേദം വന്നു, താൻ സൗഖ്യമുള്ളവനായി. ഇയ്യോബിന്റെ പ്രാർത്ഥന തന്റെ ഭവനത്തിന് വേണ്ടി ആയിരുന്നില്ല, തന്റെ മക്കൾക്ക് വേണ്ടി ആയിരുന്നില്ല, പിന്നെയോ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് അനേകർ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കണം, ഒരു വിടുതലായിരിക്കണം, ഒരു അനുഗ്രഹത്തിന്റെ പാത അവർക്കായി തുറക്കുന്നത് ആയിത്തീരണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഉണ്ടോ? തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുക. ഇയ്യോബിനെ പോലെ എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ സ്നേഹിതരായിരിക്കുന്ന, എൻ്റെ സഹ പ്രവർത്തകരായിരിക്കുന്ന അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത് പ്രാർത്ഥിക്കുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹന്ന ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന സങ്കടത്തോടെ, വേദനയോടെ, വ്യഥയോടെ, ഉള്ളിലൊതുക്കിയ ദുഃഖത്തെ വേദനകളിലൂടെ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക എന്നുള്ളതാണ്. ഉപവാസം എന്ന് പറയുന്നത് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ധ്യാനം എന്ന് പറയുന്നത് കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ ചിന്തകളെയും പുറത്തു കളഞ്ഞ് പുതിയതിനെ അന്വേഷിക്കുന്നതാണ് ധ്യാനം. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹന്നയുടെ ജീവിതത്തിൽ വലിയ ഭാരമായിരുന്നു. കാരണം അവളെ വ്യസനിപ്പിക്കുന്ന ഒരു വ്യക്തി ആ വീട്ടിലുണ്ടായിരുന്നു, പെനീന. അവളെ നിരന്തരമായിട്ട് ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു, നിരന്തരമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി ഒരു ദിവസം ദേവാലയത്തിൽ കടന്നു ചെന്ന അവൾ സങ്കടത്തോടുകൂടെ, വേദനയോടുകൂടെ, ഭാരത്തോടുകൂടെ, പ്രയാസത്തോടുകൂടെ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. എനിക്കൊരു തലമുറ വേണം. നിന്ദിക്കുന്നവരുടെ നടുവിലാകട്ടെ, ഭാരപ്പെടുത്തുന്നവരുടെ നടുവിലാകട്ടെ, നൊമ്പരപ്പെടുത്തുന്നവരുടെ നടുവിലാകട്ടെ, തള്ളി പറയുന്നവരുടെ നടുവിൽ ഒരു തലമുറയെ വേണം. ദൈവ പ്രാർത്ഥന കേട്ടു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കപ്പെട്ട ഒരു വർഷത്തിന് ശേഷം ഒരു ശമൂവേൽ ബാലനെ അവർക്ക് ലഭിക്കപ്പെടുവാനിടയായിത്തീർന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കടന്നു വരുന്ന അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. സ്തോത്രം. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പങ്കുവെക്കുന്നവരായിരിക്കണം. തലമുറകൾക്ക് വേണ്ടി കരയുന്നവരായിരിക്കണം. ശപിക്കുന്നവരായിരിക്കരുത്, ശാപം പറയുന്നവരാകരുത്, ശാപവർഷം ഇടുന്നവരാകരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. അവൻ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത്. ഇത്രമാത്രം നമ്മെ സ്നേഹിച്ചു, ഒന്നുമില്ലായ്മയിൽ നമ്മെ സ്നേഹിച്ചു. സ്തോത്രം. ഒന്നുമില്ലായ്കയിൽ നിന്നല്ലേ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ദൈവം ചെയ്യുന്ന നന്മകൾക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവ പ്രവൃത്തികൾക്ക്, ദൈവം നടത്തുന്ന വിധങ്ങൾക്ക്, ഇനിയും നടത്തുവാൻ പോകുന്ന വിധങ്ങൾക്ക് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ജീവിതമുള്ളവരായിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ തലമുറകൾക്ക് വേണ്ടി കരയുന്നവരായിരിക്കണം. സ്തോത്രം, സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ കഴിഞ്ഞ കാല ഭക്തന്മാരൊക്കെയും ഓരോ കാലഘട്ടത്തിനനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചുമായിരുന്നു അവരുടെ പ്രാർത്ഥനാ ജീവിതം.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. 2, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ചില ആളുകൾ യേശുവിൻ്റെ അരികിൽ കുട്ടികളെ കൊണ്ടുവന്നു. അവരെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അവരാവശ്യപ്പെട്ടു. ഇവിടെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആവർത്തന പുസ്തകം അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ മോശ യോശുവയെ വിളിച്ച് കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അവൻ ജ്ഞാനാത്മപൂർണനായി ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ദൗത്യം ഏറ്റെടുക്കുവാൻ, നല്ലൊരു യോദ്ധാവായി തീരുവാൻ, നല്ല കഴിവുള്ളവനായി തീരുവാൻ, നല്ല ശക്തിയുള്ളവനായി തീരുവാൻ, അറിവുള്ളവനായി തീരുവാൻ, ദർശനമുള്ളവനായി തീരുവാൻ, പതറാത്തവനായി തീരുവാൻ, മടുത്തു പോകാത്തവനായി തീരുവാൻ ദൈവം ജ്ഞാനം കൊണ്ട് നിറച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണല്ലോ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ഓരോ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അത് വലിയൊരു അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. മറ്റൊന്ന്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ലഭിച്ചോ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇവിടെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ, പ്രശ്ന സങ്കീർണതകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്താണ് വിശ്വാസം? എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാണ്. അപ്പോൾ കാണാത്ത കാര്യത്തിന്റെ ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് പ്രാപിക്കാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ നായകൻ, വിശ്വാസത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ചൊരിയുവാനിടയായിത്തീരണം. ഈ 2021 ഒരു അനുഗ്രഹ വർഷമായി നമുക്ക് മാറ്റണം. അത് മാറാൻ ഇടയായിത്തീരണം. അതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ശക്തീകരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും അനുഭവത്തിലൂടെ കടന്നു വന്നവരാണ്. ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നവരാണ്. ഒരുപാട് പ്രതികൂലങ്ങളെ കണ്ടവരാണ്. ഒരുപാട് പ്രതിസന്ധികളെ കണ്ടവരാണ്. അതിൻ്റെയൊക്കെ മധ്യത്തിൽ നാം നിലനിൽക്കുവാൻ കാരണം പ്രാർത്ഥനയിലൂടെയാണ്. അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിച്ചുകൊണ്ട് ഒരു വലിയ വിശ്വാസപാതയിൽ വിശ്വാസത്തിന്റെ നായകനെ നോക്കിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഈ 2021 ജാനുവരി മാസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇത് അനുഗ്രഹ വർഷമായിരിക്കണം. ഇതൊരു പ്രാർത്ഥന വരമായിട്ട് മാറണം. ഈ ഒരു വർഷക്കാലം ഇതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയണം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പ്രാർത്ഥിച്ച ചില പ്രിയപ്പെട്ടവർക്ക് ചില അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിക്കാൻ ഇടയായിട്ടുള്ളൂ. അത് ഞങ്ങളെ വിളിക്കുകയും അതിൻ്റെതായിരിക്കുന്ന പ്രത്യുപകാരങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. 1, ഏലിയാവ് തീയിറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. നമുക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ സകല സർവ്വസമ്പത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, സകല നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കരങ്ങളാൽ എന്നെ ശക്തീകരിക്കണമേ. നിന്റെ ആത്മാവിനാൽ എന്നെ ബലപ്പെടുത്തണമേ. നിന്റെ കൃപയാൽ എന്നെ ശക്തീകരിക്കണമേ. പുതുബലം ധരിച്ചുകൊണ്ട് പുതുകൃപകളാൽ ഈ വർഷം നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ഈ വർഷം അനുഗ്രഹമായി വർഷമായി മാറട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു വലിയ ആത്മമാരി ഹൃദയത്തിൽ നിറഞ്ഞ് അനുഭവങ്ങൾ സന്തോഷകരമായി പുറത്തേക്ക് വരുന്ന അനുഭവമായി തീരട്ടെ. അതിനായിട്ട് പകൽക്കാലം നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനങ്ങളാൽ ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരും അത് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക, അതുപോലെ മെസ്സേജ് ഇടുക, അതുപോലെ എന്താവശ്യമുണ്ടെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ഒരു നിമിഷം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിഷയഭേദമാകട്ടെ, പ്രശ്നഭേദമാകട്ടെ. ഭാരങ്ങളാൽ തളർന്നു പോകുന്നവരാണ്. സാമ്പത്തികമായി മാനസികമായി തളർന്നു പോകുന്നവരാണ്. കാലുകൾ ഇടറാം, മനസ്സ് പതറാം,
കണ്ണുകൾ നിറയാൻ, ജീവിതത്തിൽ തളർത്തിക്കളയുന്ന അനേക വിഷയത്തിന് നടുവിലാണ് നിൽക്കുന്നതെങ്കിൽ എന്നോടൊപ്പം ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ ഒരു വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ഈ വർഷത്തിന്റെ ആരംഭ ദിനത്തിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കും. കേരളത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കേരളത്തിൽ വെളിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വടക്കേന്ത്യയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കർത്താവ് വിവിധ രാജ്യങ്ങളിലുള്ളവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഓൺലൈനായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ വിവിധ നിലകളിൽ ഭാരവും പ്രയാസവും രോഗത്തിലും കഴിയുന്ന പ്രിയപ്പെട്ടവർ, ഡയാലിസിസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ക്യാൻസറിന്റെ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ഉദരസംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, കൈയും കാലിനും മുട്ടിനുമൊക്കെ വേദനയാൽ നടക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം യേശുവിന്റെ നാമത്തിൽ വചനമയച്ച് വിടിവിക്കണം. അവർക്ക് ആശ്വാസം കൊടുക്കണം, ശാന്തി സമാധാനം നൽകണം, സകല നന്മകളാൽ നിറയ്ക്കണം, മാനവമഹത്വം നൽകണം. യേശു രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ഓരോ വ്യക്തികൾക്കും ശാന്തി സമാധാനം നൽകട്ടെ. തുടർന്ന് നമുക്ക് ഒരു പാട്ട് ശ്രമിക്കാം. നന്ദിയോടെ ഓർക്കാം, നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറയും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ, snare.